നിങ്ങൾ ബ്രെയിൻ ഫോഗിംഗ് എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? നിങ്ങൾക്ക് ബ്രെയിൻ ഫോഗിംഗ് ഉണ്ടോ? അതെങ്ങനെ മനസ്സിലാക്കാം? എന്തൊക്കെയാണ് ബ്രെയിൻ ഫോഗിങ്ങിന്റെ 10 ലക്ഷണങ്ങൾ? ഒന്ന്, നമ്മൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ റൂമിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് എന്തിനാ വന്നത് നമ്മൾ മറന്നുപോയി എന്ന്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിലെ പെറ്റിന്റെയും കുട്ടിയുടെയും പേര് തമ്മിൽ മാറിപ്പോവാറുണ്ടോ? നമ്മൾ ഇന്റർനെറ്റിൽ എപ്പോഴെങ്കിലും പാസ്വേഡ് ചോദിക്കുമ്പോൾ പാസ്വേഡ് എന്ന് ടൈപ്പ് ചെയ്യാറുണ്ടോ? പലപ്പോഴും റിമോട്ട് എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാറുണ്ടോ? പലപ്പോഴും അടുത്ത് പരിചയമുള്ള ചില ആൾക്കാരുടെ അല്ലെങ്കിൽ ചില വസ്തുക്കളുടെ പേര് മറന്നു പോകാറുണ്ടോ? ഉദാഹരണത്തിന് നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സ്പൂണും തരുമെന്നായിരിക്കും ചോദിക്കുക, പക്ഷേ സ്പൂൺ എന്നുള്ള വേർഡ് നമ്മൾ മറന്നുപോകും. അങ്ങനെ അനുഭവപ്പെടാറുണ്ടോ? ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റിൽ കൂടുതൽ എന്തെങ്കിലും ഫോക്കസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? നേരത്തെ റൂമിന്റെ കാര്യം പറഞ്ഞതുപോലെ നമ്മൾ ചില സമയത്ത് ഫോൺ എന്തെങ്കിലും ആവശ്യത്തിന് ഫോൺ എടുക്കും. ഫോൺ എടുത്തിട്ട് നമ്മൾ ആ വിഷയത്തിൽ നിന്ന് തെന്നി മാറി എന്തൊക്കെയോ സ്ക്രോൾ ചെയ്ത് പോയ ശേഷം അവസാനം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ആലോചിക്കും, അല്ല എന്തിനാണ് ഞാനിപ്പോൾ എൻ്റെ ഫോൺ എടുത്തത്? നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവപ്പെടാറുണ്ടോ? നിങ്ങൾ ഉണർന്ന് എഴുന്നേൽക്കുന്നത് വളരെ ക്ഷീണത്തോടെയാണോ? പലപ്പോഴും നമ്മുടെ കീ അല്ലെങ്കിൽ പേഴ്സ് ഇതൊക്കെ പലയിടത്തും വെച്ച് മറന്നു പോകാറുണ്ടോ? നിങ്ങൾക്ക് പലപ്പോഴും ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റുഡൻ്റ് ആയ കോഫി, ചായ അല്ലെങ്കിൽ എന്തെങ്കിലും എനർജി ഡ്രിങ്ക്സ് ഇതൊക്കെ എപ്പോഴും യൂസ് ചെയ്യാറുണ്ടോ? ഈ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ബ്രെയിൻ ഫോഗിങ്ങിലാണ്. പക്ഷേ ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പെർമനന്റ് ബ്രെയിൻ ഡാമേജ് അല്ല. ഇതൊരു ടെമ്പററി ആയിട്ടുള്ള കാര്യമാണ്. ഇതിൽ നിന്ന് നമുക്ക് എപ്പോഴും തിരിച്ചു വരാം. നിങ്ങളുടെ ബ്രെയിൻ ഒന്ന് റീസെറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളോട് ആവശ്യപ്പെടുന്നതിന്റെ ലക്ഷണങ്ങളാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ബ്രെയിൻ ഫോഗിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം? ഒന്ന്, നിങ്ങളുടെ സ്ലീപ്പ് അഡിക്കേറ്റ് ആക്കുക. ബ്രെയിന് ഏറ്റവും വേണ്ടുന്നത് നല്ല ഗുഡ് ക്വാളിറ്റി സ്ലീപ്പാണ്. 2, നന്നായി ഹൈഡ്രേറ്റ് ചെയ്യുക, ധാരാളം വെള്ളം കുടിക്കുക. 3, ബ്രെയിൻ ഫുഡ്സ് ഒമേഗ 3 പോലുള്ള ആഹാരങ്ങൾ ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. 4, നന്നായി എക്സസൈസ് ചെയ്യുക. അപ്പോൾ ബ്രെയിൻ ഫോഗിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രെയിനിന്റെ ക്ലാരിറ്റി നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ അതിന് നന്നായി ഒന്ന് കഴുകി തുടച്ചെടുക്കുക. അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ വളരെയധികം ഷാർപ്പായിട്ട് വീണ്ടും തിരിച്ചു വരും. നിങ്ങളുടെ ബ്രെയിൻ ഫോഗിയായ ഫ്രണ്ടിനെ ഇത് ടാഗ് ചെയ്യൂ.